ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്ന ചലഞ്ച് എന്ന് പറയുമ്പോൾ വെറൈറ്റി ആക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് പലരും ചെയ്തിട്ടുള്ളതാണ്. നമ്മളാണ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് വെറൈറ്റിയാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന വെച്ചാൽ നാരങ്ങ തിന്നുക. അതായത് ഒരു നാരങ്ങ 8 കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനിവിടെ കുറച്ച് മുളകും ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കഴിക്കാൻ റീസൺസിന്. അപ്പോൾ ഇത് ആര് പെട്ടെന്ന് കഴിച്ചു തീർക്കും. കഴിക്കാൻ പറ്റുന്ന ഉറപ്പില്ല, എത്ര കഴിക്കാൻ പറ്റും നോക്കാം. എന്തായാലും ഇത് ആര് പെട്ടെന്ന് കഴിച്ച് തീർക്കും, അല്ലെങ്കിൽ ആര് ഏറ്റവും കൂടുതൽ കഴിച്ചു തീർക്കും, ആര് പെട്ടെന്ന് മടുക്കുന്നാണ് ഉള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പറ്റുന്നത് സംഭവം. അപ്പോൾ അതെ ടൈമർ അത്ര എന്ത് ചെയ്യുമ്പോൾ അത് കഴിക്കാൻ പോണോ? ആദ്യം അതർവിനെ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അതൊന്ന് കഴിച്ചു നോക്കി നോക്കട്ടെ. എന്തിനുണ്ട്? ഉപ്പിന്റെ കയ്പും എരിവിന്റെ എരിവുണ്ട്. ഉണ്ടോ? അപ്പം ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഒടുക്കത്തെ പുളി. Yeah. അയ്യോ ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു. എന്നെ കൊണ്ട് മര്യാദ കഴിക്കാനും പറ്റത്തില്ല. ഒരു ഇത് 43 സെക്കൻഡ് ആയാലും ഞാൻ നീര് മാത്രമേ കുടിച്ചോളൂ. ഞാൻ അതിന്റെ ഇട്ടേക്കാം. നീര് മാത്രമേ കുടിച്ചോളൂ. ഞാൻ അതെ ക്ലീൻ ആയിട്ട് കഴിച്ചിട്ടുണ്ട്. ഇതിൽ ഞാനാണ് ജയിച്ചിരിക്കുന്നത് ഗൈസ്. ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചിട്ടോ എനിക്ക് കഴിക്കാൻ പറ്റുന്നു. ഞാൻ ആദ്യമായിട്ട് വരങ്ങ കഴിക്കുന്നത്. ആദ്യമായിട്ട് കഴിക്കുന്നത് ഇടതുകൊണ്ട് വെച്ചോണ്ടൊന്നും തോന്നരുത്. ഈ കൈ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണം. അത് ടൈമർ കാണിക്കാൻ വേണ്ടി വെച്ചോണ്ടിരിക്കുന്നതാണ്. ഇടതുകൊണ്ട് കഴിച്ചത്. പെട്ടെന്ന് ഞാൻ എനിക്ക് കൈ സ്വിച്ച് ചെയ്യാൻ പറ്റിയ സമയം കിട്ടില്ല. ഇല്ല കൊള്ളാല്ലേ? നല്ല രസമുണ്ടായിരുന്നു. മുറിവുണ്ടായിരുന്നു. നാരങ്ങനീര് വെച്ചിട്ട് നല്ല നീച്ചുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലാസ്റ്റ് നിനക്ക് ഉറപ്പിക്കാം. അത് ലാസ്റ്റ് പറയണമെന്നാണെന്ന് പറഞ്ഞത്. അതപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാവർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായ. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിതുപോലെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് എപ്പോഴും പറയുന്നത്. വെറൈറ്റി ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറയിപ്പിക്കാം. വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പം എപ്പോഴും പറഞ്ഞ പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇടുക. അത് പറയാനും കാരണം സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആവശ്യമാണ് എല്ലാ കാര്യത്തിലും. നമ്മളൊന്നിനും ഇങ്ങനെ പിന്തിരി നിൽക്കരുത്. എല്ലാത്തിനും ഇങ്ങനെ ഇരുന്നോ. അപ്പം വൈൻഡപ്പ് അതോ ഞാൻ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ബൈ. ചേട്ടൻ്റെ ബൈ.